പരിശുദ്ധ ദീനിനോട് ഒരു രീതിയിലുമുള്ള സ്നേഹമില്ലാത്ത അവസ്ഥ, അള്ളാഹുവിൻ്റെ ദീനിനോട് സ്നേഹമില്ലാത്ത അവസ്ഥ, ദീനിൻ്റെ ചിഹ്നങ്ങളോട് സ്നേഹമില്ലാത്ത അവസ്ഥ, പള്ളികളോട് സ്നേഹമില്ലാത്ത അവസ്ഥ, മദ്രസകളോട് സ്നേഹമില്ലാത്ത അവസ്ഥ, പരിശുദ്ധ ദീനിൻ്റെ ഏത് കാര്യങ്ങൾ കണ്ടാലും അവജ്ഞയോടെ കാണുന്ന ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമൂഹം ഒരുപാട് നിലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടുവരിക്കുന്നു. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നിട്ട് മക്കള് വഴിതെറ്റിപ്പൊക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഭീകരമായ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം യുവത്വം മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു പൂവിലേക്ക് ചിലപ്പോൾ മലർ വണ്ടുകൾ വന്ന് തേൻ കുടിക്കും, ചിലപ്പോൾ ഷഡ്പദങ്ങൾ വന്ന് തേൻ കുടിക്കും, ചിലപ്പോൾ കീടങ്ങൾ വന്ന് തേൻ കുടിക്കും, ഒരുപക്ഷെ ചിലപ്പോൾ തേനീച്ചകൾ വന്ന് തേൻ കുടിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. മലർവണ്ടുകൾ വന്ന് അതിന് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ മുഴുവൻ തെങ്ങോലകളും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കീടങ്ങൾ ആ തേനിൽ നിന്ന് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ മുഴുവൻ നാശങ്ങൾക്കും ആ കീടങ്ങൾ കാരണമാക്കിയെടുക്കുന്നു ഈ തേനിനെ. പക്ഷേ തേനീച്ച തേൻ കുടിക്കുമ്പോൾ ലോകത്തിന് മുഴുവനും ഔഷധമാക്കിയ തേനിനെ തേനീച്ച മാറ്റിയെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ യുവത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും യുവത്വത്തെ ആവശ്യമാണ്. ഏത് പ്രസ്ഥാനങ്ങൾക്കും യുവത്വത്തെ ആവശ്യമാണ്. കാരണം യുവത്വം എന്ന് പറയുന്ന അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണ്. ആ യുവത്വം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ നാശത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മക്കള്, ഡോക്ടറിന് പഠിക്കുന്ന മക്കള്, വലിയ വലിയ ഉന്നതമായ കലാലയങ്ങളിൽ പഠിക്കുന്ന മക്കള് ഇപ്പോ മറ്റ് വെസ്റ്റേൺ കൺട്രീസുകളിൽ പോയി നമ്മുടെ കൊച്ചുമക്കൾ പഠിക്കുന്നുണ്ട്. 16, 17, 18 വയസ്സുള്ള മക്കളുമാര്, +2 കഴിഞ്ഞ മക്കളുമാര്, പെൺകുട്ടികളെ സഹിതം, മുസ്ലിം കുട്ടികളെ സഹിതം യൂറോപ്പിലും കാനഡയിലും പോയി പഠിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് പോകുന്ന കാലഘട്ടം. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നു ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ സകലതും വിജയിച്ചു എന്ന്. ദുനിയാവിൽ സകലതും വിജയിച്ചു എന്നാണ് അവരുടെയൊക്കെയും ധാരണ. പക്ഷേ ദുനിയാവ് തന്നെ വിജയിക്കാൻ ഇത് കാരണമാകുന്നില്ലല്ലോ. കാനഡയിൽ പോയി പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പിതാവിനെ എനിക്കറിയാം. 18 വയസ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകാം. ഡോക്ടറിന് പഠിക്കാൻ ഇവിടെ MBBS ഇവിടെ വലിയ പൈസയാണ്. അപ്പൊ അവിടെ പോയി പഠിച്ചാൽ ചിലപ്പോൾ പൈസ കുറഞ്ഞിരിക്കുമെന്നതാകാം. അതല്ലെങ്കിൽ അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കാനഡയിലെ MBBS വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ എങ്ങനെയെങ്കിലും ആ കുട്ടികളൊന്ന് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ സകലതും നശിച്ചു ആത്മാവശേഷമാകുമല്ലോ. എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പോലീസുകാർ വന്ന് ക്ലാസ് എടുക്കുന്നു. എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കൂടിയും അല്ലാതെ വാർത്താ മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ജനനേന്ദ്രിയത്തിൽ വരെ ഇഞ്ചക്ഷൻ അടിച്ചു കയറ്റിയിട്ട് മയക്കുമരുന്ന് എവിടെയെല്ലാം കുത്തിവെക്കാൻ പറ്റുമോ അവസാനം അവന് ത്രില്ല് കിട്ടാൻ വേണ്ടി ജനനേന്ദ്രിയത്തിൽ ഇഞ്ചക്ഷൻ അടിച്ചു കയറ്റി അവസാനം മരണപ്പെട്ട ഒരു പയ്യന്റെ കഥയും എടുത്തിട്ട് പോലീസുകാരൻ പറയുണ്ടായി. നമുക്കിതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുവന്നാൽ കുട്ടികളല്ലേ അവർ ചെയ്തുകൊള്ളട്ടെ എന്ന നിലയിലുള്ള സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തുവന്നാലും ഇങ്ങനെ അത് കുട്ടികളല്ലേ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയ കല്യാണം എടുത്തിട്ട് നടന്നു. ആർഭാടത്തിന്റെ മേൽ ആർഭാടമായിട്ട് കല്യാണം നടന്നു. വലിയ പൈസ ഒന്നുള്ള കുടുംബമല്ല. പക്ഷേ ഏതൊക്കെ ഇവൻ മാനേജ്മെന്റോ മറ്റോ അവരൊക്കെ പ്രോത്സാഹനം നൽകിയിട്ട് വലിയ നിലയിൽ പേക്കൂത്തുകൾ നടത്തിയ ഒരു കല്യാണം നടന്നു. പക്ഷേ ആ ചെക്കൻ അവൻ ഗൾഫിലേക്ക് പോയി. അതിനുശേഷം ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവൻ ഗൾഫിലേക്ക് പോയി. അടിപൊളിയായിട്ട് കല്യാണം നടത്തിയതാണ്. പക്ഷേ ഗൾഫിലേക്ക് പോയിട്ട് ആ സമയത്ത് തന്നെ
അവിടെ ചെന്ന് 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മെഷീൻ ഓപ്പറേറ്ററായിട്ടുള്ള അവന്റെ മുഖത്തേക്ക് വലിയ മെഷീൻ വന്നടിച്ചിട്ട് അവരിപ്പോൾ ജീവനോടെ ഉണ്ട്. പക്ഷെ പകുതി അവന്റെ മുഖം പോയ അവസ്ഥയിലാണ്. എന്തുണ്ടാക്കിയാലും മുഅ്മിനീങ്ങളെ നമുക്ക് ഇസ്സത്തോടു കൂടിയുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും വേണമെന്നുള്ള ചിന്തയുണ്ടാകണം. അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. യഥാർത്ഥ നിലയിൽ നല്ല നിലയിൽ ഒരു കാൻഡിഡേറ്റ്, ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടായിരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെയാണ് എല്ലാവർക്കും ആവശ്യം. ഒരു ഡോക്ടറായിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ നല്ല നിലയിൽ സംവദിക്കുന്ന, നല്ല നിലയിൽ ട്രീറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിയുന്ന ഒരു ഡോക്ടറെയാണെങ്കിൽ ആ ഡോക്ടറിനെയാണ് ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ ഉദ്യോഗം, നല്ല നിലയിൽ പഠിത്തമുള്ളവനാകട്ടെ പഠിത്തമില്ലാത്തവനാകട്ടെ, എവിടെയെങ്കിലും ഒരു സ്റ്റാഫായിട്ട് ഏതെങ്കിലും ഈ സ്ഥാപനത്തിന്റെ സ്റ്റാഫായിട്ട് അവനെ നിയോഗിക്കണമെന്നുണ്ടെങ്കിൽ നന്മയുള്ള മുഖം അവനിൽ ഉണ്ടാകണം, നന്മയുള്ള മനസ്സ് അവനിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. അത് മനസ്സിലാകാതെ പോകുന്നു ഇന്നിന്റെ സമൂഹത്തിന്.